അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ്റർമീഡിയറ്റിൻ്റെ ഓഡിറ്റിൻ്റെ SA 210 ആണ്. അതായത് എഗ്രീയിങ് ടു ദ ടേംസ് ഓഫ് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്നാണ് ഈ ഒരു എസ്സിയുടെ പേര്. അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കുന്നത് ദ എഗ്രീഡ് ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ഷാൾ ബി റെക്കോർഡഡ് ഇൻ ആൻ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ വിച്ച് ഷാൾ ഇൻക്ലൂഡ്. അതായത് ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റിന് മുന്നേ തന്നെ നമ്മളൊരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതാണ്. ആ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ദ ഓഡിറ്റ് ഉണ്ടാവും, അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ ഉണ്ടാവും, അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ അപ്ലിക്കബിൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കും കൂടി ഉണ്ടാവും. അതുപോലെ റെഫറൻസ് ടു ദ എക്സ്പെക്റ്റഡ് ഫോം ആൻഡ് കണ്ടൻറ്റ് ഓഫ് എനി റിപ്പോർട്ട്സ് ടു ബി ഇഷ്യൂഡ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദർ മേ ബി എ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് എ റിപ്പോർട്ട് മേ ഡിഫർ ഫ്രം ഇറ്റ്സ് എക്സ്പെക്റ്റഡ് ഫോം ആൻഡ് കണ്ടൻറ്റ്. അതായത് എങ്ങനെയുള്ളതായിരിക്കണം നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു റെഫറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ എന്തുണ്ടാവും ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്ററിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് രണ്ട് സിറ്റുവേഷൻസിൽ ഓഡിറ്റർ എൻഗേജ്മെൻറ്റ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് 2 circumstances ഇൻ വിച്ച് ഓഡിറ്റർ നീഡ് നോട്ട് ഡ്രാഫ്റ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ എന്നാണ് പറയുന്നത്. അതായത് ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ലോ ഓഫ് റെഗുലേഷൻ പ്രിസ്ക്രൈബ് സഫിഷ്യൻറ്റ് ഡീറ്റെയിൽസ് ദ ടേംസ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അതായത് ഏതെങ്കിലും നിയമം അതായത് ലോ റെഗുലേഷനോ പറയുകയാണ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ വേണ്ടതെന്ന്, അപ്പോൾ അത് വേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ റിക്കറിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു ഓഡിറ്ററാണ് ഓഡിറ്റ് ചെയ്തതെങ്കിലും അടുത്ത വർഷവും അയാൾ തന്നെയാണ് ഓഡിറ്റ് ചെയ്യുന്നത് എങ്കിൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ ആവശ്യമില്ല. അതായത് ഓഡിറ്റർ ഷാൾ അസസ് വെദർ സർക്കംസ്റ്റാൻസസ് റിക്വയർ ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ടു ബി റിവൈസ്ഡ് ആൻഡ് വെദർ ദർ ഇസ് എ നീഡ് ടു റിമൈൻഡ് ദ എൻറ്റിറ്റി ഓഫ് എക്സസ് ഇൻ ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ്. അതായത് റിക്കറിംഗ് ഓഡിറ്റിൽ സാധാരണ ജനറലി ആയിട്ട് ഓഡിറ്റർ ഒരു എൻഗേജ്മെൻറ്റ് ലെറ്റർ ആദ്യമേ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ വർഷം ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ അത് വേണ്ടി വരും, റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരും. ആ ഒരു സിറ്റുവേഷൻസിൽ മാത്രം ഓഡിറ്റർ അത് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ആദ്യമേ പ്രിപ്പയർ ചെയ്യുക. സോ രണ്ട് സിറ്റുവേഷൻസിൽ എൻഗേജ്മെൻറ്റ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ ലോ റെഗുലേഷൻ പ്രിസ്ക്രൈബ് ചെയ്താൽ, രണ്ടാമത്തെ സിറ്റുവേഷൻ റിക്കറിംഗ് ഓഡിറ്റിൻ്റെ കാര്യത്തിലും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിക്കറിംഗ് ഓഡിറ്റിൻ്റെ സിറ്റുവേഷൻസിൽ അത് വേണ്ട. പക്ഷേ ചില സിറ്റുവേഷൻസ് റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരും. അതായത് സിറ്റുവേഷൻസ് അണ്ടർ എൻഗേജ്മെൻറ്റ് ലെറ്റർ ഈസ് മാൻഡറ്ററി. എൻഗേജ്മെൻറ്റ് ലെറ്റർ മാൻഡറ്ററി ആയിരിക്കുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഫാക്ടർ വിച്ച് അഫക്റ്റ് ടു റിവൈസ് ദ എൻഗേജ്മെൻറ്റ് ലെറ്റർ, ആ ഒരു സിറ്റുവേഷൻസിൽ കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ എനി ഇൻഡിക്കേഷൻ ദാറ്റ് എൻറ്റിറ്റി മിസ്അണ്ടർസ്റ്റാൻഡ് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ദ ഓഡിറ്റ്. ഒബ്ജക്റ്റീവോ അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ദ ഓഡിറ്റിലോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്താൽ അപ്പോൾ വേണം. അല്ലെങ്കിൽ രണ്ടാമത് എനി റിവൈസ്ഡ് ഓർ സ്പെഷ്യൽ ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ്. എന്തെങ്കിലും റിവൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള പുതിയ എന്തെങ്കിലും ടേംസ് വന്നാൽ, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ ദ ഓണർഷിപ്പ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ ദ നേച്ചർ ഓർ സൈസ് ഓഫ് ദ ബിസിനസ്, അതുപോലെ ചേഞ്ച് ഇൻ ദ ലീഗൽ ഓർ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ അതർ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്. മാനേജ്മെൻറ്റിന് ഒരു ഓണർഷിപ്പിൽ ചേഞ്ച് വരിക, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് മാറുക, അല്ലെങ്കിൽ പുതിയതായിട്ട് ലീഗലായിട്ട് പുതിയ റിക്വയർമെൻറ്റ് വന്നു, അല്ലെങ്കിൽ മറ്റ് റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ് വന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുകയാണ്, നിങ്ങളിത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിലൊരു പുതിയൊരു മാറ്റം വന്നു. അപ്പോൾ നമുക്ക് എൻഗേജ്മെൻറ്റ് ലെറ്റർ റിവൈസ് ചെയ്യേണ്ടത് ഇത് മാൻഡറ്ററിയാണ്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് മാൻഡറ്ററിയാണ്. അപ്പോൾ ഇത്രയൊക്കെ സിറ്റുവേഷൻസിലാണ് എൻഗേജ്മെൻറ്റ് ലെറ്റർ മാൻഡറ്ററി ആയിട്ട് വരുന്നത്. അതുപോലെ അടുത്തൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ TCWGയോ ഓഡിറ്റർ സ്കോപ്പിൽ എന്തെങ്കിലും ലിമിറ്റേഷൻ കൊണ്ടുവരികയാണെങ്കിൽ ഓഡിറ്ററിന് ആ ഒരു എൻഗേജ്മെൻറ്റ് വിട്ടുകളയാവുന്നതാണ്. അപ്പോൾ ഓഡിറ്റർ ബിലീവ്സ് ഇറ്റ് വുഡ് ഇവഞ്ച്വലി റിസൾട്ട് ഇൻ ഡിസ്ക്ലെയിമിംഗ് ഹിസ് ഒപ്പീനിയൻ ഇൻ ദ റിപ്പോർട്ട്. ഹി ഷാൽ നോട്ട് ആക്സെപ്റ്റ് സച്ച് എ ലിമിറ്റഡ് എൻഗേജ്മെൻറ്റ്. അതായത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഓഡിറ്റർക്ക് അത് വിഡ്രോ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഈ കേസസ് ഫോർ ദ ക്ലൈൻറ്റ് മേ റിക്വസ്റ്റ് ചേഞ്ച് ഇൻ ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ്. അതായത് നമ്മുടെ ക്ലൈൻറ്റിന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഈ ഒരു ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് റിവൈസ് ചെയ്യണമെന്ന് പറയുന്നത്. അത്തരം സിറ്റുവേഷൻസാണ് അടുത്തതായിട്ട് നോക്കുന്നത്. 3 സിറ്റുവേഷൻസാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത് പറയുന്നത് ചേഞ്ചസ് സർക്കംസ്റ്റാൻസസ് അഫക്റ്റിംഗ് സർവീസ്. അതായത് സർക്കംസ്റ്റാൻസസിൽ ഒരു ചേഞ്ച് വന്നാലും, അല്ലെങ്കിൽ രണ്ടാമത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആസ് ടു ദ നേച്ചർ ഓഫ് ദ ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ നേച്ചറിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അങ്ങനെയാണെങ്കിലും ക്ലൈൻറ്റിനെ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടു ഇമ്പോസ് എ റെസ്ട്രിക്ഷൻ ഓൺ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. അതായത് ഓഡിറ്റ് ചെയ്യുന്ന വർക്കിൽ അദ്ദേഹത്തിൻ്റെ സ്കോപ്പിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനാണെങ്കിൽ മാനേജ്മെൻറ്റിന് പുതിയൊരു എൻഗേജ്മെൻറ്റ് ലെറ്ററിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 സിറ്റുവേഷൻ. ഒന്ന് സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ചെയ്താൽ, രണ്ടാമത് ഓഡിറ്റിൻ്റെ നാച്ചുറൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നാൽ, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ സ്കോപ്പിൽ കൊണ്ടുവരാൻ,
അവിടെ ഈ 3 സിറ്റുവേഷൻസും ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതെന്നാണ് ആക്സെപ്റ്റൻസ് ഓഫ് ചേഞ്ച് ഇൻ എൻഗേജ്മെൻറ്റ്. അതായത് ഒരു എൻഗേജ്മെൻറ്റ് മാറ്റണമെന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഡിറ്റർ കൺസിഡർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കൺസിഡർ ദ റീസൺസ് ഫോർ ദ റിക്വസ്റ്റ്, പർട്ടിക്കുലർ ദ ഇംപ്ലിക്കേഷൻ ഓൺ ദ റെസ്ട്രിക്ഷൻ ഓഫ് സ്കോപ്പ്. അതായത് ഓഡിറ്റർ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യേണ്ട അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, അതുപോലെ എന്താണ് ആ ഒരു സ്കോപ്പിൽ വന്ന റെസ്ട്രിക്ഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ എന്താണ് ഇഫ് ദർ ഈസ് എ റീസണബിൾ ജസ്റ്റിഫിക്കേഷൻ എൻഗേജ്മെൻറ്റ് ലെറ്റർ ഇഷ്യൂഡ് വുഡ് ബി റിവൈസ്ഡ്. അപ്പോൾ എന്താണ് അവിടെ ഒരു റീസണബിൾ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ എൻഗേജ്മെൻറ്റ് ലെറ്റർ റിവൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ന്യൂ ലെറ്റർ ഷാൾ നോട്ട് ഇൻക്ലൂഡ് ഒറിജിനൽ എൻഗേജ്മെൻറ്റ് ലെറ്ററിൻ്റെ ആ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ പ്രൊസീജിയേഴ്സ് പെർഫോംഡ് ഇൻ ഒറിജിനൽ ലെറ്റർ, അതുമായിട്ടൊരു റെഫറൻസ് ഉണ്ടാകാൻ പാടില്ല, അതേ കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു റീസണബിൾ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഓഡിറ്റർക്ക് എൻഗേജ്മെൻറ്റ് ലെറ്റർ എന്താണ് റിവൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൽ ഒറിജിനൽ എൻഗേജ്മെൻറ്റ് ലെറ്ററുമായിട്ടുള്ള ഒരു റെഫറൻസ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഒറിജിനൽ എൻഗേജ്മെൻറ്റ് ലെറ്ററിൽ ചെയ്ത വർക്കുകളുടെ കാര്യമൊന്നും ഉണ്ടാവാനും പാടില്ല. ഇതാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് ആ ഒരു റിവൈസ് ചെയ്യുന്നതിൽ ഒരു റീസണബിൾ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഓഡിറ്റർ അത് എന്താണ് റിവൈസ് ചെയ്യേണ്ടതിൽ നിന്നും എഗ്രി ചെയ്യേണ്ട ആവശ്യകത ഇല്ല. ഇപ്പോൾ എന്താണ് ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യാണ് ഈ എൻഗേജ്മെൻറ്റ് ലെറ്റർ റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഓഡിറ്റർ നോക്കുമ്പോൾ അതൊരു റീസണബിൾ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഓഡിറ്റർ അത് എന്താണ് എഗ്രി ചെയ്യേണ്ട ആവശ്യമില്ല, റിവൈസ് ചെയ്യാതിരിക്കാൻ പഴയ പോലെ തന്നെ ഇരിക്കാവുന്നതുമാണ്. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇഫ് ദ ഓഡിറ്റർ ഈസ് അണേബിൾ ടു എഗ്രി ടു ദ ചേഞ്ച്ഡ് ടേംസ്. അതായത് ഓഡിറ്റർക്ക് എന്താണ് പുതിയൊരു ടേംസിലൊന്നും എഗ്രി ചെയ്യാനേ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണ് മാനേജ്മെൻറ്റ് ഡസ് നോട്ട് പെർമിറ്റ് ദ ഒറിജിനൽ എൻഗേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് പറയുകയാണെങ്കിൽ പഴയ എൻഗേജ്മെൻറ്റ് നമ്മൾ നടത്തിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ഓഡിറ്ററിന് 2 തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. ഒന്നെങ്കിൽ വിഡ്രോ ഫ്രം ദ ഒറിജിനൽ എൻഗേജ്മെൻറ്റ് നടത്താവുന്നതാണ്. സോ എന്താണ് ആ ഒരു എൻഗേജ്മെൻറ്റ് വിട്ടിട്ട് ഓഡിറ്റർക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ ഒരു കേസുണ്ട്, ഡിറ്റർമിൻ വെദർ ദർ ഇസ് എനി പെൻഡിങ് ഒബ്ലിഗേഷൻ. അവിടെ എന്തെങ്കിലും ബാക്കിയുള്ള വർക്കുകളുണ്ടെങ്കിൽ അത് തീർത്തിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പോൾ എന്താണ് പറയുന്നത് ഓഡിറ്റർക്ക് എന്താണ് പുതിയൊരു എഗ്രിമെൻറ്റുമായിട്ട് പുതിയൊരു ടേംസുമായിട്ട് എഗ്രി ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ എന്താണ് മാനേജ്മെൻറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് പഴയ ആ ഒരു ടേംസുമായിട്ട് നിൽക്കാനും പറ്റത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഓഡിറ്റർക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള വർക്ക് ഉണ്ടെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ള ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ അത് തീർത്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഓഡിറ്റർക്ക് പോകാനും സാധിക്കുകയുള്ളൂ. ഇതാണ് ആക്സെപ്റ്റൻസ് ഓഫ് ചേഞ്ച് ഇൻ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പറയുന്നത് എക്സ്ക്യൂസീവ് 1, അത് ക്വാളിറ്റി കൺട്രോളായിട്ട് വരുന്ന സ്റ്റാൻഡേർഡിലോ എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസീവ് 1 പറയുന്നൊരു കാര്യമാണ്. അതായത് റിക്വയർമെൻറ്റ്സ് റിഗാർഡിംഗ് ദ ആക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂവൻസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. അതായത് ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാനുള്ള കുറച്ച് റിക്വയർമെൻറ്റ്സ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഇൻറ്റഗ്രിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ ഓണർ, കീ മാനേജ്മെൻറ്റ്, TCWG. അവരുടെയൊക്കെ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യണം. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അവർ നേരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണോ ഓണസ്റ്റ് ആണോ അതൊക്കെ ഉണ്ടാവും നോക്കാം. രണ്ടാമത്തെ കേസ് വെദർ എൻഗേജ്മെൻറ്റ് ടീം ഇസ് കോമ്പറ്റൻറ്റ് ടു പെർഫോം ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ടീം. അതായത് നമ്മുടെ ടീം എന്താണ് കോമ്പറ്റൻ്റ് ആണോ, അവർ പ്രാപ്തമാണോ, അത് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ വെദർ ദ ഫേം ആൻഡ് എൻഗേജ്മെൻറ്റ് ടീം ക്യാൻ കംപ്ലൈ വിത്ത് റെലവൻറ്റ് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ്. നമ്മൾ SA 200 പറഞ്ഞ എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ആയിട്ട് കംപ്ലൈ ചെയ്യാൻ ആ ഒരു ടീമിന് പറ്റുന്നുണ്ടോ, അതായത് എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണോ, ഇതാണ് കോമ്പറ്റൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ദാറ്റ് ഹാവ് അറൈസൺ ഡ്യൂറിങ് ദ കറൻറ്റ് ഓർ പ്രീവിയസ് ഓഡിറ്റ് ആൻഡ് ദെയർ ഇംപ്ലിക്കേഷൻ ഓൺ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കിലോ അല്ലെങ്കിൽ മുൻപേ ചെയ്ത വർക്കിലോ വന്ന ഏതെങ്കിലും സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കണം. അതൊരു റിക്വയർമെൻറ്റായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. സോ 4 കാര്യങ്ങളാണ് എക്സ്ക്യൂസീവ് 1 പറയുന്ന ആക്സെപ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട റിക്വയർമെൻറ്റ്. അതിൽ ഒന്നാമത്തെ കാര്യം ഇൻറ്റഗ്രിറ്റി ഓഫ് ദ മാനേജ്മെൻറ്റ്, TCWG. അതുപോലെ എന്താണ് കോമ്പറ്റൻ്റ് ആണോ നോക്കുക നമ്മുടെ ടീം. അതുപോലെ നമ്മുടെ ടീം എന്താണ് എത്തിക്കൽ റിക്വയർമെൻറ്റ്സുമായിട്ട് കംപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ എന്താണ് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് കൂടി നോക്കുക. അവിടുത്തെ കാര്യങ്ങളാണ് SA 210 എഗ്രീയിങ് ടു ദ ടേംസ് ഓഫ് ദ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്ന ഒരു SAയിൽ പറയുന്നത്.